എന്നാണ്. ആ നിലക്കാണ് കാന്തപുരം അത് അവതരിപ്പിച്ചത്, ആ നിലക്കാണ് കാന്തപുരം അത് വിശദീകരിച്ചത്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു കുറഞ്ഞ സമയം കൊണ്ട് വളരെ കൃത്യമായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ശക്തമായ മുന്നേറ്റത്തിന്റെ മുന്നിൽ കാന്തപുരവും കാന്തപുരത്തിന്റെ സനതും പൊളിഞ്ഞതാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇത് പരമ്പരയല്ല, ഇത് പനങ്കൊലയാണെന്ന് മുസ്ലിം സമുദായത്തിന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. വളരെ കൃത്യമായി പറഞ്ഞാൽ കാന്തപുരം എന്ന കേരളത്തിലെ മത വിപണിയിലെ ഏറ്റവും സമർത്ഥനായ ബിസിനസ്മാൻ, ഞാൻ പറയുന്നത് വളരെ ഉത്തരവാദിത്വപൂർവ്വമാണ്, ഞാൻ പറയുന്നത് കൃത്യമായി സ്ഥാപിക്കാൻ എനിക്ക് പറ്റും ചെയ്യും. മതവിപണിയിലെ കേരളത്തിലെ ഏറ്റവും സമർത്ഥനായ ബിസിനസ്മാൻ ആണ് അദ്ദേഹം. അത് അദ്ദേഹം ഇതിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ആദ്യം ഒരു മുടി കൊണ്ടുവന്നു, ഒരു സോപ്പൊക്കെ ഇറക്കുമ്പോൾ സാധാരണ ഒരു സാമ്പിൾ സോപ്പ് ഇറക്കുമല്ലോ, എന്തിനാ അത് ഫീൽഡിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അതിന്റെ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, ആ മെറ്റീരിയൽ പിന്നീട് ഇറക്കുമ്പോൾ അതിനനുസരിച്ച് ക്രമീകരണം ഉണ്ടാക്കും. ഇതുപോലെ എവിടുന്നോ ഒരു മുടി എടുത്തുകൊണ്ടെന്നോ അത് ഇത്ര പോകുന്നൊരു കുപ്പിയിൽ അവിടെ ഏതോ പിന്നെ കട്ടിലിന്റെ ഒട്ടിലോ അല്ലെങ്കിൽ മേശവലിപ്പിലോ എവിടെ ഒരു എടുത്തെന്ത് ചെയ്തു, കാന്തപുരം വെച്ചു. അതിങ്ങനെ ഉണ്ട് എന്നുള്ള ജസ്റ്റ് പുറത്തേക്ക് ഒരു അനൗൺസ്മെന്റ് കൊടുത്തു. അതിലുണ്ടായ പ്രതികരണങ്ങളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യമായിരുന്നു, സെനദില്ലെങ്കിൽ സംഗതി പിടുത്തം വിടും. അപ്പോ ഒന്ന് അദ്ദേഹം മനസ്സിലാക്കി സെനത് വേണം, സെനത് വേണമെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് വേണ്ടി റോട്ടിൽ തൊണ്ട പൊട്ടി തക്ബീർ വിളിക്കുന്ന മുഴുവൻ അണികളെയും കിട്ടുന്നൊരു ദിവസം കാത്തിരുന്നു. കാന്തപുരത്തിന്റെ മർക്കസിന്റെ സമ്മേളനത്തിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം 8:30-9 മണി എല്ലാ ബസ്സും വന്നു കഴിഞ്ഞതിന് ശേഷം നാടകം ആരംഭിച്ചു. ബോംബെയിൽ നിന്ന് ഫൈസൽ മൗലവി പറഞ്ഞതുപോലെ ബോംബെയിലെ ചോർ ബസാറിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെട്ട് ദുബൈയിലെത്തി, ദുബൈയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മറ്റേ മുടി, ആ മുടി അതിന്റെ സെനത് വായിക്കാണ്. ഖസ്റജി കുടുംബത്തിലെ അംഗം അതിന്റെ സെനത് വായിക്കുന്നു. ആ സെനത് വായിച്ചതിനെ പറ്റി ആവേശകരമായ അനൗൺസ്മെന്റ് ആണ് ആരത്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടേത്. ആ ഭാഗം നിങ്ങൾ അതിൽ കേൾക്കുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ശൈഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശൈഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സെനത് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട മുടി ശൈഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ സെനത് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ശൈഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ. അപ്പോ വായിച്ചത് സെനതാണല്ലോ, എല്ലാവരും കേട്ടല്ലോ, വായിച്ചത് സെനതാണ്. സെനത് വായിക്കുന്നു എന്ന് പേരോട് അനൗൺസ് ചെയ്യുമ്പോ വയസ്സന്മാരെടുക്കുന്നൊന്ന് ചാടുകയാണ്. കാരണം എന്താ അറിയോ, പണ്ടിങ്ങനെ ഒരു മുടി പുറത്തു വിട്ടപ്പോ ആ മുടിയുടെ സെനത് ചോദിച്ച് നാട്ടിൽ വെച്ച് നന്നായി എല്ലാത്തരം ജനവിഭാഗങ്ങളും SSFന്റെ കുട്ടികളെയും അതേപോലെ തന്നെ കാന്തപുരത്തിന്റെ കൂടെ നിൽക്കുന്ന കാരണവന്മാരെയും അവര് കൃത്യമായിട്ട് ചായക്കടയിൽ നേരിട്ടതാണ്. അന്ന് ഉരുണ്ടു മറിഞ്ഞ് രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഇപ്പൊ പുതിയ മുടി കൊണ്ടുവന്നപ്പോ സെനതുണ്ടല്ലോ, ഈ നേരം വെളുക്കുമ്പോ വർത്താനം പറയാനോ എന്നുള്ള നിൽക്കണ ചാട്ടം. പക്ഷേ ഇത് കേട്ടപ്പോ EK വിഭാഗം ശരിക്കും ഞെട്ടി. അതുകൊണ്ടാണ് ബഹുമാനായ ഫൈസൽ മൗലവി പറഞ്ഞത്, കേശവിവാദം എന്ന് പറയണോ വ്യാജകേശം എന്ന് പറയണോ, സമസ്തന്റെ യോഗം കൂടിയിട്ട് ചർച്ച, തർക്കം, ബഹളം. മനസ്സിലായോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അത് വായിക്കുമ്പോഴേ അറിയാം റസൂലുള്ളാഹിന്റെ ആസാറുകൾക്ക് മഹത്വമുണ്ട്, പക്ഷേ അത് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ പൊളിയും. ഞങ്ങൾ അന്വേഷിക്കാൻ പോയിട്ടില്ല, ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ടതുമില്ല. അടുത്ത ദിവസം അത് പരമ്പരയല്ല, ആ പരമ്പരന്റെ കോപ്പിന് തന്നാൽ പൊളിച്ചത് കൈ തരാം എന്ന സ്റ്റാൻഡിൽ തന്നെ ഞങ്ങൾ നിന്നു. പക്ഷേ SKSSFന്റെ ആളുകൾക്ക് ബേജാറായി. കാരണം അതോടെ സംസ്ഥാനയം പോവുക, നേരെ കാന്തപുരത്തിന്റെ അടുത്തേക്കാ ചെല്ലുക. നിസാമുദ്ദീൻ ഔലിയന്റെ ജാറം മുതൽക്ക് നാട്ടിലുള്ള എല്ലാ പഴയ ജാറും കാന്തപുരം ലേലം ചെയ്തെടുത്തു കഴിഞ്ഞു. നബിന്റെ മുടിയും കൂടിയും വന്ന് അതോടെ തീർന്ന്, പിന്നെ ഞങ്ങൾക്ക് അഡ്രസ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അവര് ശരിക്കും കയ്യും കാലിട്ടെടുത്ത് അന്വേഷിച്ചപ്പോ മനസ്സിലായത് എന്താ അറിയോ, ഇത് സെനദല്ല, ഇത് നെസബയാണ്. ഇത് സെനദല്ല, പരമ്പരയല്ല, നെസബയാണ്. രണ്ടും പരമ്പര തന്നെയാണ്, പക്ഷെ ഒന്ന് കുടുംബ പരമ്പരയാണ്. സെനദ് എന്നതിന് ഉസൂൽ അനുസരിച്ചുള്ള ഒരു നിർവചനമുണ്ട്. ആ നിർവചനത്തിന്റെ പരിധിയിൽ വരുന്നതല്ലത്. നെസബ എന്ന് പറഞ്ഞാൽ ആർക്കും ഉണ്ടാക്കാം. അയമീന്റെ മോൻ മഹമ്മദ്, മഹമീന്റെ മോൻ കുഞ്ഞിരായി, കുഞ്ഞിരായിന്റെ മോൻ അബ്ദുറഹ്മാന്റെ മോൻ ബാപ്പുട്ടിന്റെ മോന്
മറ്റോന്. അതാർക്കും ഉണ്ടാക്കാൻ പറ്റാത്തത്? അത് ശരിക്കും പിടിക്കേണ്ടോടത്തോളം പിടിച്ചപ്പോ കുറ്റ്യാടിയിൽ വെച്ച് പേരോട് തന്നെ പറഞ്ഞു, ഇതാ പരസ്യമായി സനത് വായിക്കുന്നു എന്ന് പറഞ്ഞ പേരോട് മെല്ലേണ്ട് പിന്നെ ആ വായിസിനെ പറ്റി പറഞ്ഞ എന്താ അറിയോ? ആ വായിച്ചതിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് അത് നെസബയാണെന്നാ. അദ്ദേഹം പറയട്ടെ, നമുക്ക് അമീദ് വൈസിനെ കൊണ്ട് പറയിപ്പിക്കാം. അദ്ദേഹത്തിന് ഈ വിഷയം പറയാൻ യോഗ്യതല്ല എന്നുള്ളത് ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്നതാണ്. ഇത് മുടിയുടെ പരമ്പരയല്ല, ഇത് അറബ് സഹോദരൻ അഹമ്മദിന്റെ കുടുംബ പരമ്പരയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇതാ സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇപ്പൊ തിരുത്തുന്നു. ശരിയാണ്, അത് മുടിയുടെ പരമ്പരയല്ല, അത് സംഗതി കുടുംബ പരമ്പര തന്നെയാണ് എന്ന് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കി പറയാൻ അവസാനം ഇവിടെ തിരുത്തി പറയുന്നു. شيخ أحمد بن النحري إمام المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن السيد الورع المدقق العلامة الشيخ أحمد بن الإمام العالم العامل سيدي حسن ഇങ്ങനെ മൂപ്പര് ആരാണെന്ന് പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുന്ന മൂപ്പരുടെ പേര്, മൂപ്പര ഉപ്പാന്റെ പേര് ഇങ്ങനെ പറയാം. ഈ ഉപ്പാന്റെ പേരിന് എന്താ പറയാ? അതും തിരിഞ്ഞില്ല, അതിന് നസബ എന്നാ പറയാ. ഉപ്പാന്റെ പേര് അൻസാബ്, നസബ. അപ്പൊ ഉപ്പ ഇങ്ങനെ നസബ പറയാ. അപ്പൊ ഇവരിതാ ലാസ്റ്റ് നിമിഷം വെച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നമുക്ക് മറുപടി പറയുന്ന കൂട്ടത്തിൽ പറയുന്നു, അത് ഉപ്പാന്റെ ഉപ്പ അഹമ്മദിന്റെ പരമ്പര പറഞ്ഞ നസബ എന്ന കുടുംബ പരമ്പര എന്ന് പറയുന്നത് അതല്ല സനത്. തിരുത്തി കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ സവിനയം ചോദിക്കട്ടെ, ഈ ജനലക്ഷങ്ങൾ നേർക്കുനേരെയല്ലെങ്കിലും സീഡികളിലൂടെയും ആധുനിക നെറ്റ് സംവിധാനത്തിലൂടെയും ഇത് മുഴുവൻ മലയാളികൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ ഇതാണ് പരമ്പര എന്ന്. പച്ചയായി പുസ്തകത്തിൽ കാന്തപുരം മേപ്പിയുടെ മകൻ എഴുതി വെച്ചല്ലോ. കാരൻപൂർ മർക്കസ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ അങ്ങനെ തന്നെ അതാണ് ഈ മുടിയുടെ പരമ്പര എന്ന് എഴുതി വെച്ചല്ലോ. സാക്ഷാൽ AP അബൂബക്കർ മുസ്ലിയാർ ആ സമ്മേളനത്തിൽ വെച്ച ഇതാണ് മുടിയുടെ പരമ്പര എന്ന് പറഞ്ഞല്ലോ. സാക്ഷാൽ പേരോട് 2 തവണ ഇതാണ് മുടിയുടെ പരമ്പര എന്ന് അതേ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ. ഞങ്ങൾ വിനയപൂർവ്വം ചോദിക്കട്ടെ, ഇപ്പോൾ പേരോട് സമ്മതിക്കുന്നു ഇത് മുടിയുടെ പരമ്പരയല്ല, അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയാണ്, നസബയാണെന്ന് സമ്മതിക്കുന്നുവെങ്കിൽ ഇത് കേരളീയ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ തിരുത്തി പറയുമോ? ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ കളവ് പറഞ്ഞുപോയി, ഞങ്ങൾ അബദ്ധം പറഞ്ഞുപോയി എന്ന് തെറ്റ് തിരുത്തി നിങ്ങൾ പ്രസിദ്ധീകരിക്കുമോ, പ്രസംഗിക്കുമോ? ഈ ചോദ്യത്തിന് മറുപടി പറയണം. അപ്പൊ കാരന്തൂര് പറഞ്ഞതാണോ നോണ, കുറ്റ്യാടി പറഞ്ഞതാണോ നോണ? രണ്ടിലൊന്നും നോണയാണല്ലോ. എന്നാലേ കാരന്തൂര് പറഞ്ഞതും നുണയാണ്, കുറ്റ്യാടി പറഞ്ഞതും നുണയാണ്, രണ്ടിടത്ത് പറഞ്ഞതും നുണയാണ്. കാരണം എന്താ അറിയോ? എന്നാ അദ്ദേഹം പറഞ്ഞു സനത് നിങ്ങൾ അവിടെ വായിച്ചത് എന്താ? നസബയാണ്. പക്ഷേ പരമ്പര നമ്മളെടുത്തുണ്ട്, കയ്യിലുണ്ട്, സാധനമുണ്ട്. എന്നിട്ട് അദ്ദേഹം അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മുഹിബ്ബീങ്ങൾക്ക് മാത്രം. മുഹിബ്ബീങ്ങൾ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടവര്. ഓരിപ്പം ഇല്ലെങ്കിലും ഇല്ലാന്നൊന്നും അവിടുന്ന് വിളിച്ചറിയില്ലല്ലോ അല്ലേ? കാരണം കിതാബ് ഓതിയാൽ മാത്രമേ സ്റ്റേജിൽ ഉണ്ടാവുള്ളൂ. ജിഷാൻ കിതാബ് ഓതിയിട്ടില്ലല്ലോ. ജിഷാന് കിതാബ് ഓതാത്തതുകൊണ്ട് ഈ ജാതി ബേജാറ്. അപ്പോ അദ്ദേഹം മൈക്ക് ക്യാമറിന്റെ മുന്നിൽ വരാതെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, മെല്ലെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണിച്ചു കൊടുക്കും. ഇവിടെ വെച്ച് പറഞ്ഞല്ലോ, കുറ്റ്യാടി വെച്ച് പറഞ്ഞല്ലോ. ആ മുടിന്റെ ശരിന്തക്കൾ അവിടെ ഞങ്ങൾ പ്രഖ്യാപിച്ചത് പട്ടിക്കാട്ട് സനത് പോലത്തെ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ശരിക്കുള്ള പരമ്പര ഉസ്താദിന്റെ അടുത്ത് AP ഉസ്താദിന്റെ അടുത്തുണ്ട്. AP ഉസ്താദ് എനിക്കും തന്നിട്ടുണ്ട്. നിങ്ങൾ AP ഉസ്താദ് തന്നെ പോയി ബുദ്ധിമുട്ടിക്കണ്ട, നിങ്ങൾ ഔദ്യോഗികം വന്നാൽ ഞാൻ തരാന്ന് ഇവിടെ വെച്ച് പറഞ്ഞല്ലോ. ആ CD-യിലുണ്ട്. ഇല്ലാഞ്ഞിട്ടല്ല, ഇതാ ഈ സ്റ്റേജ് മുന്നിലൊക്കെ ഉസ്താദിനെ സ്നേഹിക്കുന്ന വൈബ്യങ്ങൾ അഹങ്കാരങ്ങളും സനത് വേണമെങ്കിൽ എല്ലാവരും നോക്കിക്കോളി. ഉസ്താദിന്റെ ഇരിക്കട്ടെ. അപ്പൊ സനത് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല, അത് പച്ചക്കള്ളമാണ്. സനത് ഇവിടെയുണ്ട്. ആർക്കും വേണമെങ്കിലും മർക്കസിൽ എന്നാ കാണിച്ചു തരുന്നത്. ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാനിവിടെ. ഉസ്താദിന് കുറെ 10,000 ശിഷ്യന്മാരില്ലേ? ഉസ്താദിന് ഈ പ്രായമുള്ള കാലത്ത് ബുദ്ധിമുട്ടുന്നു. ഞാനുണ്ട്. സിറാജുൽ ഹുദ ആർക്ക് ഔദ്യോഗികമായിട്ട് വരണേ, അല്ലാതെ എനിക്കും ഇരിക്കട്ടെ. അപ്പൊ സനത് നല്ലവണ്ണം ശ്രദ്ധിച്ചു കേട്ടല്ലോ. മുടിന്റെ സനത് അവിടുത്തെ സർട്ടിഫിക്കറ്റ് ആണെന്ന് മുമ്പ് സംഭവിച്ചു. അത് ശരിക്കും സനത് വായിച്ചാല ആൾ പോട്ടെ നിൽക്കുക. പിന്നെ ഇപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ ശരിക്കും ലാസ്റ്റ് ആ ശരിക്കുള്ള സനത് ഉസ്താദിന്റെ കയ്യിലുണ്ട്, എന്റെ കയ്യിൽ ഞാൻ സിറാജുൽ ഹുദയിലുണ്ട്. ഔദ്യോഗികമായി വന്നാൽ ഞാൻ കാണിച്ച പരമ്പര ശരിക്കും മൂപ്പര പോക്കറ്റിൽ റെഡി ആയി കൊണ്ടെടുക്കാണ്. ഓക്കെ, ഉസ്താദ് ബുദ്ധിമുട്ടേണ്ടി വരും, ശരിക്കും ബുദ്ധിമുട്ടേണ്ടി വരും. 10,000 കണക്കിന്
ശിഷ്യന്മാരും ആ ശിഷ്യന്മാരെ നാട്ടിൽ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കണേ, മനുഷ്യൻ കാണാത്ത മനുഷ്യനെ പയപ്പിക്കണ 10,000-ങ്ങളില്ലേ, ആ 10,000-ങ്ങളും ശ്രമിച്ചാലും നിങ്ങൾക്ക് നിങ്ങളെ ഉസ്താദ് വെള്ളം കുടിക്കും. ഇതേ ആക്സിഡന്റ് പറ്റി കാറിന്റെ ഉള്ളിൽ നിന്ന് എടുത്തോണ്ടായതാണെങ്കിൽ കാന്തപുരത്തിന് വല്ല ICU-ലിട്ടാൽ ചിലപ്പോ മരുന്ന് എന്താറിയോ പൊളിഞ്ഞത്, ജിഷാന് ചോർ ബസാറിൽ പോയി എടുത്തോണ്ടുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് നല്ല മുഹിബീങ്ങൾക്ക് മാത്രം കാണിച്ചു കൊടുത്തതാ. അപ്പോ വളവന്മാര് വിട്ടില്ല. എന്ത് ചെയ്തേ, മൂപ്പര് വീട്ടിലെത്തി കുപ്പായ വെച്ച് ഭാര്യന്റെ അടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് പിന്നെ ഇരിക്കണിന്റെ ഇടയ്ക്ക് മൂപ്പര ഫോണ് കിണിങ്ങിണിയും ഫോൺ അടിച്ചപ്പോ എന്താറിയോ, ഫോൺ അടിച്ചപ്പോ ഉസ്താദേ അതൊന്ന് കാണാൻ ഞങ്ങളാണ് വന്നാലോ, അതൊന്ന് കാണാൻ ഞങ്ങളാണ് വന്നാൽ. അപ്പൊ പറയും അത് ഇവിടെ അല്ല, അത് ദുബൈയിലാണ്. അപ്പൊ പിന്നെയും പറഞ്ഞ നോണയായില്ല കൂട്ടരെ. എന്നിട്ട് എന്നാ പിന്നെ അതൊന്നും നമുക്ക് വാങ്ങണം. മൂപ്പര് പറഞ്ഞപ്പോ ഖസറജ് നോണയൊന്നും പറയില്ല എന്നല്ലേ നമ്മൾ വിശ്വസിക്കണേ. അടുത്തത് മൂപ്പര് ഇപ്പൊ ടൂർ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അല്ലെ, അനശ്വരമായ എവർലാസ്റ്റിംഗ് ടൂറാണ്, ഇതൊരിക്കലും അവസാനിക്കാത്ത ടൂറാണ്. അതുകൊണ്ട് ആ ഭാഗം കൂടി നിങ്ങൾ കേൾക്കുക. സാമ്പിളിന് വേണ്ടി സാക്ഷാൽ പേരോടിനെ ഞങ്ങളെ പ്രവർത്തകന്മാർ വിളിച്ചിട്ടുണ്ട്, ആ സനദിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. പേരോട് പറയേണ്ട പരമ്പര നമുക്ക് കിട്ടിയിട്ടില്ല. പോക്കറ്റിലുള്ള ആളെ പേരോടിന്റെ ക്ലിപ്പിംഗ് നിങ്ങൾക്കൂടെ കേൾക്കാം. അദ്ദേഹത്തിന്റെ സൗണ്ട് ടെലിഫോൺ റെക്കോർഡ് ചെയ്ത് അദ്ദേഹം പരമ്പര ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മളത് വെച്ച് സർട്ടിഫിക്കറ്റിനെ പട്ടികാലത്തെ സനത് പോലെ അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പരമ്പര അറബിന്റെ അത് കിട്ടണം. അവൻ അത് പോയി വാങ്ങിക്കൂടെ ഉസ്താദെ? അല്ല മൂപ്പര് ഇപ്പൊ ടൂറിലാണ്, ഞാൻ വിളിച്ചു നോക്കി കിട്ടിയിട്ടില്ല, ഞാൻ പോകും ഇൻഷാ അല്ലാഹ് വാങ്ങും. എന്നാ ഉസ്താദെ വാങ്ങണം, നമുക്ക് വാങ്ങിയിട്ടില്ല, നമുക്ക് ക്ഷീണമാണ്, പരമ്പര നമുക്ക് കിട്ടണം. ഇതാ നോക്ക് വായിച്ച് പേരോട് പറയുന്നുണ്ടല്ലോ, ഹസ്രജി പറയുന്നുണ്ടല്ലോ എനിക്ക് ശരിയായ പരമ്പരയിലൂടെ കിട്ടിയെന്ന് ഉള്ളത് അഞ്ചൽപ്പേൻ ചെയ്താണോ? പക്ഷെ ആ അങ്ങനെ കിട്ടിയാൽ ഞാൻ ആദ്യം അത് അറിയില്ല, അത് സ്ഥലങ്ങൾ കണ്ടറിയില്ല ഒരാളെ. എങ്കിലും ആ ശരിയായ സ്ഥലത്തും കൂടി അവരോട് ചോദിക്കാമായിരുന്നില്ല. ഹസ്രജിയുടെ അടുത്തുനിന്ന് ശരിയായ സ്ഥലത്ത് മുഖാന്തരം കിട്ടിയെന്ന് പറയുമ്പോൾ ആ ശരിയായ സ്ഥലത്തിന് ഞങ്ങൾക്ക് നൽകിയാൽ എന്ന് പറഞ്ഞ ആ സ്ഥലത്തും കൂടി വാങ്ങിത്തരും. അയാളിപ്പോ അവിടെ ഇല്ല, അബുദാബിയിലില്ല. അത് ശരിയാ, ഞാൻ വിളിച്ചു നോക്കിയതാണ്. അപ്പൊ ശരിയായ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടാവും. നമ്മളെ കളത്തെ പറയില്ല തന്നെ വിചാരിക്കേണ്ടത്. അല്ല, നമുക്ക് ശരിയായ സ്ഥലത്ത് അപ്പം ഇത്ര തന്നിട്ടില്ല. നമുക്ക് അയാൾ തന്ന സ്ഥലത്ത് ഞാൻ വായിച്ച അർത്ഥം പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലുള്ള അതിന്റെ വാചകത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ സ്ഥലത്ത് മുഖാന്തരമാണ് ഇപ്പോ ഹസ്രജിക്ക് മുടി കിട്ടിയത്. അല്ലല്ല, അങ്ങനല്ല, നമുക്ക് തന്നെ, അതായത് അത് ഞാൻ ഇന്നത്തെ ഈ CD ഞാൻ വിശദീകരിച്ചത്. അതായത് നമുക്ക് തന്നെ പള്ളിക്കാട്ടിലൊക്കെ അത് മനസ്സിലായി. സ്ഥലമുള്ളൂ, ഹസ്രജിക്ക് എവിടെ നിന്ന് കിട്ടി എന്ന സ്ഥലത്ത് നമുക്ക് തന്നിട്ടില്ല. എന്ന സ്ഥലത്ത് അയാൾ ഇതിൽ പറഞ്ഞിട്ടില്ല. അയാൾക്ക് എവിടെ നിന്ന് കിട്ടിയുള്ള സ്ഥലത്തിനെ പറ്റി ഇതിൽ പറഞ്ഞില്ല. ഇയാൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മൊത്തത്തിലായ ശരിയായ പ്രകാരം എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അതെ, ആ സ്ഥലത്ത് നമുക്ക് ആവശ്യപ്പെട്ട വാങ്ങിയാൽ നമുക്ക് വളരെ ഉപകാരമായിരുന്നു. അയാൾക്ക് 22 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അതിവിദഗ്ധമായി അദ്ദേഹത്തുമായി സംസാരിച്ച് അനുനയത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പറഞ്ഞത് ഒപ്പിച്ചതാണ്. അപ്പോ എന്തായി? അപ്പൊ മർക്കസിൽ വായിച്ചതും സനദല്ല, കുറ്റ്യാടിയിൽ പറഞ്ഞതും സനദല്ല, മൂപ്പര് കാണിച്ചു കൊടുത്തതും സനദല്ല. ഇതൊന്നും സനദല്ല. ഇനിയിപ്പോ എന്താ അടുത്ത പരിഹാരം? കാന്തപുരം പത്രസമ്മേളനം വിളിച്ചു. കാരണം അനുയായികൾ വിളിക്കാൻ തുടങ്ങിയല്ലോ, ഉസ്താദെ ഇവിടുന്ന് ചോദ്യം വരെ ഞങ്ങൾ എന്താ കാട്ടുക? വെള്ളം കുടിച്ചോണ്ടേ നിൽക്കല്ലേ. സംഗതി മുടി മുക്കിയ വെള്ളം കൊണ്ടേ കുടിച്ചത് ഫുള്ള് തീർന്ന്, പിന്നെ കിണറ്റിലുള്ളത് മുഴുവൻ കുടിച്ചു തീർന്ന്. അപ്പൊ മൂപ്പര് പത്രസമ്മേളനം വിളിച്ച്. പത്രസമ്മേളനത്തില് മൂപ്പര് മർക്കസിലെ ക്ലാസ് പറയണമായിരുന്നൊരു വാചകം അവസാനിപ്പിക്കണം. കാസിമിന്റെ ഭാഷയിൽ പറഞ്ഞ നിങ്ങൾ കെട്ടിക്കൊണ്ടെന്ന് പേരിലാക്കിയവരല്ലോ ഞങ്ങളിതാ പറയണ്ടേ. പക്ഷെ ഞങ്ങൾ അങ്ങനെ പറയുന്ന രീതി ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അങ്ങനത്തെ ഒരു പരാമർശത്തിലേക്ക് പോണില്ല. അദ്ദേഹം പറഞ്ഞോട്ടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇനിയെങ്കിലും അത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നു, അവർ ഞങ്ങളെ കൂടെ വരട്ടെ, ഞങ്ങൾ ഏതു സമയത്തും പോകാൻ തയ്യാറാണ്. അഹമ്മദ് ഹസ്രജിയുടെ അടുക്കൽ പോയി സനദില്ല എന്നാണ് അദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഇത് ഖേദിച്ച് മടങ്ങാൻ തയ്യാറാണ്. അദ്ദേഹം കാണിക്കുകയാണെങ്കിൽ ഇവരും ഖേദിച്ച് മടങ്ങണം. അതുവരെ അവർ നിർത്തണം, ഭിന്നിപ്പ് നിർത്തണം. ഭിന്നിപ്പ് തുടങ്ങിയത് നിങ്ങളാ. നിങ്ങൾ മാപ്പാണ് പറഞ്ഞാളി. എന്നിട്ട് ദുബൈയിലേക്ക് വിളിച്ചിട്ട് വരുന്നില്ല. അപ്പൊ പരസ്യമായി വായിച്ചു എന്ന് പറഞ്ഞതോ? അപ്പൊ കുറ്റ്യാടിയിൽ കാണിച്ചു കൊടുത്തതോ? അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞതോ?
പത്രസമ്മേളനത്തില് പത്രപ്രവർത്തകരിട്ട് ശരിക്ക് കശക്കി എറിഞ്ഞു. അവസാനം മുഖാമുഖത്തിൽ മറുപടി പറയുന്ന പോലെ ചാടി. പത്രസമ്മേളനത്തിനൊക്കെ ഒരു മാനേഴ്സ് ഇല്ലേ? പത്രസമ്മേളനം ഫേസ് ചെയ്യുമ്പോ അതിന്റെ ഒരു മാനേഴ്സ് ഇല്ലേ? അതൊന്നുമില്ല. രണ്ടാളും കൂടി ചാടിക്കയറി മറുപടി പറഞ്ഞ് പത്രക്കാരെ ഒതുക്കുക. കേട്ടോളി. എന്താ കുഴപ്പം? അതായത് അയാളെ പേര് ബാപ്പാന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് നസബയാണെന്ന് പറയണ്ടില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് നസബയാണ്, അയാൾ ഉപ്പാപ്പാന്റെ പേരാണ്. പക്ഷേ അസാനീത സഹീദത്തിന്റെ ശേഷം അയാൾ പറയുന്നുണ്ട് ശരിയായ പരമ്പരയിലൂടെയാണ് എനിക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആ പരമ്പര അയാളോട് നേരിൽ ബന്ധപ്പെട്ടാൽ വാങ്ങാവുന്നതാണ്. അതിന് ഒന്ന് പോവുക നമ്മൾ ഒന്നായിട്ട് എന്ന് പറയുമ്പോൾ അവര് വരുന്നില്ല. അപ്പോലെ വരുന്നില്ല. ആര് ഈ കെ വിഭാഗം വരുന്നില്ല. ഓല് വരുന്നതിന്റെ മുമ്പ് ഓല അവിടെ പോയി സാധനം കൊണ്ടുവന്നു. ഓരവിടെ പോയി സാധനം പിന്നെ എടുക്കാൻ വരുന്നേ. പിന്നെന്തിനാ വരുന്നത്? പിന്നെ സെനത് ചോദിച്ചവരോടൊക്കെ പേരോട് ചൂടായി. പേരോട് പിന്നെ ചോദിച്ചെന്താ അറിയോ? നമ്മളെ വാപ്പ എന്താ തെളിവ്? കേട്ടോളി. ഇനി ചോദിക്കട്ടെ, ഒരാളോട് ചോദിച്ചു, മോനെ നിന്റെ ബാപ്പാന്റെ പേര് ഫുലാൻ, എന്താ മോനെ തെളിവ്? സെനതുണ്ടോ? എനിക്ക് തെളിവ് ഉമ്മ പറഞ്ഞതാ. ഉമ്മ പറഞ്ഞേ മാത്രം തെളിവാ. അതെന്നെ തെളിവുള്ളൂ. അത് 100% ഖണ്ഡിതമായ തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. ഇല്ല, ഒറ്റ പെണ്ണ് പറഞ്ഞ, കൂടുതൽ ആളൊന്നും പറഞ്ഞില്ല. ഒരു പെണ്ണ് പറഞ്ഞതാ. എന്നാ പിന്നെ ഉമ്മാനോട് സെനതി ചോദിക്കുക. ഉമ്മാനോട് പറയാ സാക്ഷി വേണം, കുറെ ആള് വേണം. എന്തിന്? എന്റെ ബാപ്പ എന്താണെന്നുള്ള തെളിവേ. ഇങ്ങനെ തെളിവ് കൊടുക്കാൻ കഴിയോ? ഇങ്ങനെ തെളിവ് വേണോ? എവിടുന്നാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കിയത്? നിങ്ങൾ മനസ്സിലാക്കിയവർക്കൊന്നും എന്തായാലും മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങൾക്കാർക്കും ഞങ്ങളെ വാപ്പാരെ സംബന്ധിച്ചൊരു സംശയമല്ല. അപ്പൊ മൂപ്പരെ അവിടുന്ന് പോരുന്നില്ല. ആ പറഞ്ഞൊരു പോയിന്റ് ഒന്നും പോരുന്നില്ല. അടുത്ത് നേരെ സെനത് തേടി പേരോട് നേരിട്ട് ലേബർ റൂമിലേക്ക്. ഞാൻ ചോദിക്കുന്നേ, നിങ്ങൾക്ക് ഈ ലേബർ റൂമിൽ നിന്ന് ഈ കുട്ടിയെ കൊണ്ടുവന്ന് തന്നപ്പോ നിങ്ങൾക്ക് അവിടെ സംശയം ഉണ്ടായോ? കൊണ്ടുവന്ന ആളാരാ? മുത്തക്കിയായ തഹജ്ജുദിരിക്കുന്ന ആളാ കൊണ്ടു തന്നെ? നിങ്ങളെ സ്വന്തം ഭാര്യയാണെങ്കിലോ അപ്പം ബോധം കെട്ട് വീണതുവാ. ഇനി സ്വന്തം ഭാര്യ തന്നെ പറഞ്ഞാലോ, ഒറ്റ പെണ്ണ് പറഞ്ഞാൽ സാക്ഷിക്ക് പറ്റുമോ? രണ്ടാണില്ലാതെ എന്നാണ് ഇരിക്കാൻ പറ്റും. ഇങ്ങനെയാണോ തെളിവ് നോക്കല്? സുഹൃത്തുക്കളെ, സംശയിക്കുന്നതിനുണ്ട് ഒരു അതിരുന്നായി പറഞ്ഞതിനർത്ഥം. സംശയിക്കുന്നതിനും ഉണ്ട് ഒരു അതിരുന്ന്. എല്ലാറ്റിനും സംശയിക്കല. സംശയിക്കേണ്ടിയും അമ്മുവിന്റെ മുടി കലക്കി കൊടുത്തിട്ട് അവസാനത്ത് സംശയിക്കരുത് കാരണം ജനം വിടൂല. അപ്പോ കിട്ടുമെന്നപ്പോ പേരോട് പിന്നെ നോക്കിയേ ഇറച്ചി മാംസം കൊണ്ടെത്തണം. അപ്പൊ ഇതാരാ അർത്ഥം പഠിച്ചോനെ? നമ്മളതിന്റെ സനതും നോക്കി പോണോ? ഇതാരാ അർത്ഥം നോക്കണോ? ഭൂമിയായ മനുഷ്യൻ കൊണ്ടെത്തന്നാൽ ഹലാലായ ഇറച്ചിയാന്ന് മനസ്സിലാക്കി തിന്നുന്നതിന് കുഴപ്പമില്ല. നമുക്ക് 100% ഉറപ്പ് പറയാൻ കഴിയും ഇതാരാ അർത്ഥം. നമുക്ക് ആളെ തന്നെ ഇല്ല, മാംസം കിട്ടിയില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ ഇയാളെന്ത് ചെയ്യേണ്ടി വരും? നമ്മളെ കൂരിയാട് റോട്ടല് കയറിയാല് സെനതി ചോദിക്കുക, ഈ ഇറച്ചിന്റെ സെനത. അപ്പൊ സുഹൃത്തുക്കളെ കണ്ടല്ലോ, ഇറച്ചി കച്ചവടത്തിന് തുല്യാണ് മുത്ത് റസൂലുള്ളാഹിന്റെ മുടി കൊണ്ടുള്ള കച്ചവടം. അതന്നെ ഇവിടുത്തെ പ്രശ്നം. ഇറച്ചി കച്ചവടത്തിന് തുല്യ 1 കിലോ ഇറച്ചിയും റസൂലുള്ളാഹിന്റെ മുടിയും രണ്ടും നിങ്ങൾക്ക് കണക്കാ. നിങ്ങൾക്ക് എന്തായാലും തിന്നണം, അത്രേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞല്ലത്, അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാ. ഈ വിഷയം മുത്ത് റസൂലുള്ളാഹി വെച്ച് കച്ചവടം നടത്തുന്ന കച്ചവടം, അത് നിങ്ങൾക്ക് ഒരു മാപ്പ് അർഹിക്കാത്ത കച്ചവടമായതുകൊണ്ട് അങ്ങനെ തന്നെ സംസാരിക്കണേ. എന്നിട്ട് കാന്തപുരം പറഞ്ഞതോ, അതോടി പറഞ്ഞേ അവസാനിപ്പിക്കട്ടെ ഈ പോയിന്റ്. കാന്തപുരം പറഞ്ഞത് ഈ മുടി ഇപ്പൊ വിവാദമായ മുടി ഉണ്ടല്ലോ, ഇപ്പോ കട്ടിൻ്റോട്ടൊന്നും പാത്രത്തൊന്നും ഒക്കെ പറിച്ചെടുത്തുന്ന മുടി ഉണ്ടല്ലോ, ആ മുടി അബൂതൽഹത്തുൽ അൻസാരിന്റെ മുടിയാണ്. കേൾക്കും. ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് അവിടുത്തെ ശറഫാക്കപ്പെട്ട തലമുടി കളയിക്കുകയും അതിന്റെ കഷ്ണം ഓഹരി ചെയ്തു കൊടുക്കാൻ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്തതനുസരിച്ച് അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്തതാണ്. അങ്ങനെ കിട്ടിയതാ മൂപ്പർക്ക്. ഇതേ ചോദ്യം പേരോടിന്റെ അടുത്ത് വന്ന് ഈ മൊത്തം വിശദീകരണത്തിന്റെ ഇടയ്ക്ക്. അപ്പൊ മൂപ്പർ എന്താ പറയുന്നത്? അബൂ തൽഹത്തിന്റെ അടുത്ത് കിട്ടിയെന്ന് ഉസ്താദ് പറഞ്ഞു എന്ന് പറയുന്നില്ല, ഉരുളാണ്. കേട്ടോളി. പിന്നെന്താ പറഞ്ഞേ? കാന്തപുരം മർക്കസ് സമ്മേളനത്തിൽ പറഞ്ഞത് ഹജ്ജത്തുൽ വദാഇന് അബൂ തൽഹ വിതരണം ചെയ്ത മുടികളാണെന്നും വ്യക്തമായ സനദോടെ കൈമാറ്റം ചെയ്യപ്പെട്ടതാണെന്നുമാണ്.
10 വർഷമായി ഞാനും ഫളുൽ തങ്ങളും തിരുകേശത്തിനു വേണ്ടി ഖസർജിയുടെ പിന്നിൽ നടക്കുന്നു. അവസാനം തിരുനബിയുടെ സ്വപ്നദർശനം ലഭിച്ച അദ്ദേഹം തിരുകേശത്തിന് ചെറിയ കഷ്ണം മുറിച്ചു തരാൻ തയ്യാറാവുകയായിരുന്നു. ഇങ്ങനെ സ്വപ്നം ഉണ്ടായിട്ട് കൊടുത്തു എന്ന് തന്നെ കാന്തപുരല്ല, അത് പറഞ്ഞ് ആ ഖസറജി തന്നെയാ പറഞ്ഞത്, അല്ല കാന്തപുരം പറഞ്ഞതല്ല. പിന്നെ ഹജ്ജത്തുൽ വദാഇൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു മുടി വിതരണം ചെയ്തിരുന്നു എന്ന് ഉസ്താദുകൾ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ആ മുടിയിൽ നിന്ന് തന്നെയാണ് എനിക്ക് തന്നത് എന്ന് ഉസ്താദുകൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഹജ്ജത്തുൽ വദാഇൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു മുടി വിതരണം ചെയ്തിരുന്നു എന്ന് ഉസ്താദുകൾ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ആ മുടിയിൽ നിന്ന് തന്നെയാണ് എനിക്ക് തന്നത് എന്ന് ഉസ്താദുകൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളത് കേൾക്കൂല, നിങ്ങൾ കേട്ടാ നിങ്ങൾ എന്താ പറയാ? എന്നിട്ട് അവസാനം ജിഷാന്റെ ഫോൺ ക്ലിപ്പുകൾ പുറത്തു വന്നപ്പോ ഇതൊക്കെ കൂടെ കേൾപ്പിച്ചെടുത്തപ്പോ ഉസ്താദെ എന്നെ പലരും വിളിക്കണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച്, നീ ഒന്നും പ്രതികരിക്കണ്ട, ജനങ്ങളോട് മുണ്ടണ്ട, ജനങ്ങളോട് ഈ വിഷയമൊന്നും പറയണ്ട, നീ ഒന്നും മിണ്ടാതെ അവിടെ കുത്തിരുന്നാ മതി എന്നാ കൊടുത്ത ഉപദേശം. എന്താ ഇറങ്ങാത്തത് നിങ്ങള്? പൊന്മളയെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുമെങ്കിൽ അയ്യോ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണ്, അബൂ തൽഹത്തിന്റെ മുടിയാണ് എന്ന് പൊന്മളനെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി. പൊന്മളനെ കൊണ്ട് കഴിയില്ല നിങ്ങൾക്ക്. ഇനി പൊന്മള പറഞ്ഞാൽ ജിഷാൻ പുറത്തു വിട്ടതും ജിഷാനെ കൊണ്ട് പുറത്ത് വിടിച്ചതും ഇനി കിട്ടാനുള്ളതും വേറെ കുറെ വരാണ്ട്. പൊന്മളെന്ന് പറയട്ടെ, പൊന്മള പറഞ്ഞ ഇനി പൊന്മളന്റെ പേരായിരിക്കും ഞങ്ങളെ പണി. എന്താണോ കാന്തപുരത്തിന് കിട്ടുന്നത് അതിന്റെ 10 ഇരട്ടി പൊന്മളക്ക് കിട്ടും. അതിന് മാത്രം പൊന്മള പറഞ്ഞു വെച്ചതുണ്ട്. അതുകൊണ്ട് ഇത് പരമ്പരയല്ല, പനങ്കൊലയാണ്. ഇപ്പൊ ഇവിടെ ഈ പരിപാടി നടത്താൻ ആവശ്യമായത് ജിഷാൻ മാഹിയുടെ ഇപ്പോൾ ഉണ്ടായ അദ്ദേഹം പുറത്തുവിട്ട ചില കാര്യങ്ങളൊക്കെയാണ് ഈ പരിപാടിക്ക് ആവേശം കൂട്ടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇത്ര പോലും തൊട്ടതിലും ആരോടൊക്കെ മൂപ്പർ സംസാരിച്ചിട്ടുണ്ടോ അതൊക്കെ ക്ലിപ്പാക്കലാണ് മൂപ്പർ ജോലി. അത് നിങ്ങളുടെ പ്രസംഗത്തിന് ഞാൻ കേട്ടു. എന്നാൽ ഈ ജാലിയ വാലിൻ്റെ അടുത്ത് പോയി സംസാരിച്ച അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ടല്ലോ. അദ്ദേഹവുമായി സംസാരിച്ചതിൻ്റെ എന്തെങ്കിലും ഒരു ക്ലിപ്പ് അദ്ദേഹം ഈ പറയുന്ന നെറ്റിലാണല്ലോ ഇത് വ്യാപകമായി ഇയാൾ പ്രചരിപ്പിച്ചത്. ഒരൊറ്റ സംഭവം, ഈ ജാലിയ വാലയുമായി ഇയാൾ സംസാരിച്ചതിന്റെ രേഖ ഈ ജിഷാൻ മാഹിയും വെച്ചിട്ടില്ല. നിങ്ങൾ ഇവിടെ ഈ സമയം അത്രമായി പരിപാടി നടത്തിയിട്ട് ഇയാൾ ബോംബെ പോയി ഈ ആലോചനയൊക്കെ നടത്തി പറഞ്ഞു. ജാലിയ വാലയുമായി സംസാരിച്ചതിന്റെ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ അയാളുമായി സംസാരിക്കുന്നതിന്റെ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുന്നതിന്റെ ഒരു റെക്കോർഡിംഗ് അത് അയാൾ വെക്കാതെയാണ് ഈ സമയം മുഴുവനും അയാൾ ഇത് വ്യാജമാണെന്നതിന് സംസാരിച്ചത്. ഒക്കെ ഇയാൾ മുഴുവനും നിങ്ങൾ തന്നെ പറഞ്ഞു ഇയാൾ ആരോടൊക്കെ സംസാരിച്ചതൊക്കെ ക്ലിപ്പാക്കും. ഈ ജാലിയ വാലയുമായി ഇതൊക്കെ സംസാരിച്ച ആള് ഇതെന്തുകൊണ്ട് കേൾപ്പിച്ചില്ല? ജാലിയ വാല ഇത് പറഞ്ഞു എന്നത് എന്തുകൊണ്ട് കേൾപ്പിച്ചില്ല? അതല്ല എന്റെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഫൈസൽ മുസ്ലിം നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു വലിയൊരു തട്ടിക്കൂടെ കാണിച്ചു. കാരണം നമ്മുടെ റഹ്മത്തുള്ള കാസിമി മുടി സനദിട്ട് എന്ന് പറഞ്ഞ് മുടിയിട്ട് വെള്ളം കൊടുക്കുന്ന ഒരു രംഗം കാണിച്ചു. അതിനുശേഷം പറഞ്ഞു അതേ ഗ്രൂപ്പിലുള്ള അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് പറയുന്നു അതിന് സനദില്ല. ഇത് ഏറ്റവും വലിയ തട്ടിപ്പാണ്. നിങ്ങൾ ഇവിടെ കാണിച്ചത് ഏറ്റവും വലിയ തട്ടിപ്പാണെന്നതിന് അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് സംസാരിച്ചതിന്റെ ആ മുന്നത്തെ ഭാഗം നിങ്ങളൊന്ന് ഇവിടെ കാണിക്കാൻ തയ്യാറാവുക. വെല്ലൂർ ലത്തീഫി അറബി കോളേജിലുണ്ട്. ഈ വെല്ലൂർ ബാക്കിയാക്കിലെ മുടി അതിന് സനദില്ല എന്നാണ് മൂപ്പർ പറഞ്ഞത്. അതേ സമയത്ത് ലത്തീഫിയിൽ നിന്ന് കൊണ്ടുവന്ന മുടിയാണ് കാസിമി അവിടെ ലേലം ചേർന്നു എന്ന് അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് പറയുന്നുണ്ട്. അപ്പൊ ആ ബാക്കിയാത്തിലെ മുടിക്ക് സനദില്ല എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ഇട്ടു, കാസിമി സനദ് ഉണ്ട് എന്ന് പറയുന്ന ഭാഗം ഇട്ടു. സനദ് ഉണ്ട് എന്ന് പറഞ്ഞത് ലത്തീഫിലെ മുടിയാണ്, സനദ് ഇല്ല എന്ന് പറഞ്ഞത് ബാക്കിയാത്തിലെ മുടിയാണ്. ഇത് രണ്ടും കൂടി നിങ്ങൾ വെച്ചിട്ടാണ് ഈ കൂടിയ ജനങ്ങളെ നിങ്ങൾ കബളിപ്പിച്ചത്. അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ ഈ ജനങ്ങളെ ഞാൻ പറഞ്ഞത് ഹക്കാണെന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ആ കണ്ണാടി പറഞ്ഞതിന്റെ ഒരു ആ പ്രസംഗം നിങ്ങൾ കേൾപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ കേൾപ്പിക്കും. ശരി, 2 ചോദ്യമാണ് ഉന്നയിച്ചത്. ഒന്ന്, ജിഷാൻ എല്ലാം ക്ലിപ്പാക്കിയെങ്കിൽ എന്തുകൊണ്ട് ജാലിയ വാലയുമായുള്ള സംസാരം ക്ലിപ്പാക്കിയത് അല്ലെങ്കിൽ അത് പ്രദർശിപ്പിച്ചതാണ്? ആ ചോദ്യം യഥാർത്ഥ ജിഷാനോടാണ് ചോദിക്കേണ്ടത്.
ക്ലിപ്പ് അവരുടെ കയ്യിലുണ്ടെന്ന് ജിഷാൻ പലപ്പോഴും പറയുന്നു. ജിഷാൻ തന്നെ ഒരുപാട് ക്ലിപ്പിൽ പറഞ്ഞു, ഞാൻ എന്റെ കൈവശമുള്ളതിന്റെ വളരെ ചെറിയ അംശം മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ. ഞാൻ എന്തൊക്കെ പറഞ്ഞുവോ അതെല്ലാം കൃത്യമായി തെളിയിക്കാനുള്ള ആധികാരികമായ രേഖ എന്റെ കൈവശമുണ്ട്. ഓരോന്നും ചില സമയമാകുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും എന്നതുകൊണ്ട് അതിനെപ്പറ്റി ജിഷാൻ ആ പറയുന്നത് ഇങ്ങനെ ബാക്കിയോട് ചോദിക്കാതെ ഞാനൊന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇതിലെന്തെങ്കിലും ഒരു വഴി നിശാൻ കളവ് പറയുന്നു എന്ന് വല്ലവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കതൊക്കെ ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ് എല്ലാത്തിനും എല്ലാ കാര്യത്തിനും വ്യക്തവും ആധികാരികവുമായ തെളിവ് എന്റെ വായുകൊണ്ട് ഏതൊരു വാക്ക് ഞാനിവിടെ ഉച്ചരിച്ചിട്ടുണ്ടോ ഒഴിവിട്ടിട്ടുണ്ടോ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതൊക്കെ ഇവിടെ സമർപ്പിക്കും. അത് ഗണ്ണിക്കാൻ തന്റേടമുള്ളവരെ വല്ലവരുണ്ടെങ്കിൽ ഒന്ന് പുറത്തു വരട്ടെ. നാളത്തെ ഒരാളുകളൊന്ന് പുറത്തു വരട്ടെ. നിശാൻ മുനാഫിക്കാണെന്നും നിശാൻ കഠിന ശത്രുവാണെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു വന്നെന്ന് പറയും. അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഇപ്പൊ കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒരു കാര്യം മനസ്സിലായിക്കോ, നിശാൻ മാഹിയെ കൊണ്ട് ഈ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് മൈക്കിന്റെ മുമ്പിൽ ഇന്നൊരവസരം ഉണ്ടാക്കാതിരുന്നാൽ പല മാന്യന്മാർക്കും ആ മാന്യകുപ്പായം ഇട്ട് വീണ്ടും പുറത്തേക്ക് നടക്കാം. അല്ലെങ്കിൽ ഈ മാന്യകുപ്പായം കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തുമെന്നും അവരൊക്കെ മന്ദബുദ്ധികളല്ല, അവരൊക്കെ ചെളിവാരി തിന്നുന്നവരല്ല, അവർ ചോറ് തിന്നുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിയാൽ ഇത്തരം ആളുകൾക്ക് നന്നായിരിക്കും. കണ്ടോ? അപ്പൊ ഇത് നൗഷാദിനെതിരെ പറഞ്ഞത് ജിഷാൻ മുനാഫിഖാണ് എന്ന് നെറ്റിന് പ്രഖ്യാപിച്ച ആള് നൗഷാദ് ഹസനെയാണ്. അപ്പൊ ജിഷാൻ പറയും നൗഷാദാണ് മുനാഫിഖ്, ഞാനല്ല. ഒക്കെ മണിക്കും ഇപ്പൊ എല്ലാ ഗ്രൂപ്പും കൂടി ഉണ്ട്. നൗഷാദാണ് മുനാഫിഖ് എന്ന് ജിഷാൻ, ജിഷാനാണ് മുനാഫിഖ് എന്ന് നൗഷാദ്. അങ്ങനെ ആ സമയത്ത് ആ ജിഷാൻ പറഞ്ഞത് ഞാനിവിടെ എന്തൊക്കെ പറഞ്ഞു അത് കളവാന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനെല്ലാം ആധികാരികമായ രേഖ കൈവശമുണ്ട്. അയ്യോൻ പുറത്തു വിട്ടതെന്ന് കിട്ടി. ഇനി പുറത്തു വിടാത്ത 90% ബാക്കിയുണ്ട്. ഇൻഷാല്ലാഹ് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും. അപ്പൊ അതും കിട്ടും. പിന്നെ ജാലിയാവാളിയുമായി സംസാരിച്ചത് ക്ലിപ്പ് വേണമെന്നില്ല. കളിത അത് ജീവിച്ചിരിപ്പുണ്ട്. ബോംബെയിൽ ആർക്കും പോകാം, ആർക്കും പോകാം. അവിടെ ചെല്ല കട്ടിന് ചോട്ടും കൂടി ഉണ്ട്, ഉപയോഗിക്കാൻ പോലെ. അയാളെ കട്ടിന് ചോട്ടും കൂടി ഇപ്പോഴുണ്ട്, ചെന്നോക്കിയാൽ കിട്ടും. ജിഷാന് മുടി കൊടുക്കും ചെയ്തു. ജിഷാന് ഇയാൾ 18 മുടി കൊടുത്തുള്ളതാണ്. 18 മുടി ഇയാൾ ജിഷാന് കൊടുത്തു. ഈ കേസ് ഞാനിപ്പോ ആവശ്യം കൊടുത്ത മുടി അത് തിരിച്ചു വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ അവിടെ അടിച്ചു വാഴുന്ന അമ്മൂന്റെ മുടി പോയി തിരിച്ചു കൊടുത്തതാണ്. ഈ മുടി കൊടുക്കാതെ പകരം അമ്മൂവിന്റെ മുടി കൊണ്ടുപോയി കൊടുത്തു വന്ന്. അപ്പൊ ഇത് ഇപ്പോഴും ഉള്ളതാണ്. പക്ഷെ മറ്റേ ക്ലിപ്പതല്ല. മറ്റേ ജിഷാന് പേരോട് ഞാൻ ഫോൺ ചെയ്തത് അത് ക്ലിപ്പുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. പൊന്മളയെ വിളിച്ചത്, കാന്തപുത്രനെ വിളിച്ചത്, അതൊക്കെ ആ ക്ലിപ്പ് വേണം. എന്നാൽ ബോംബെ ഞാൻ പോയി അയാളെ വീട്ടിൽ ചെന്നു, റൂമിൽ ചെന്നു, അവിടെ എങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാലോ ആർക്കും പോയി നോക്കാം, ആർക്കും ചെന്ന് നോക്കാം, അയാളെ വീട്ടിൽ ചെല്ലാം, അന്വേഷിക്കാം. എല്ലാവർക്കും ബോധ്യപ്പെടാവുന്ന കാര്യമാണ്. അപ്പൊ അതൊരു പ്രശ്നമേ അല്ല. പിന്നെ മറ്റൊന്ന് ലത്തീഫിയെ മുടിക്ക് സംബന്ധമുണ്ട്, അതിന്റെ വെള്ളം കൊടുക്കാറുണ്ട് എന്ന് വൈസി പറഞ്ഞിട്ടുണ്ട്. സംശയമില്ലല്ലോ, അത് സംശയമില്ലല്ലോ. അതേസമയം റഹ്മത്തുള്ളാഹി ഖാസിം മുടി വിറ്റു. ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ആദ്യം ഈശോക്കിന് പേരോടാണ്. ഈ പേരോടാണ് റഹ്മത്തുള്ളാഹി ഖാസിം മുടിവെള്ളം വെക്കുന്ന ക്ലിപ്പിട്ടിട്ട് ഈ വിവാദം വന്നപ്പോ പേരോട് വെല്ലുവിളിച്ചു. ഇതിന് സനദുകൾ കാണിക്കണം, സനദുള്ള മുടിയെന്നല്ലേ പറഞ്ഞത്, സനദുള്ള വെള്ളം എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഇതിന് സനദുകൾ കാണിക്കണം എന്ന് പേരോട് മുസ്ലിം വെല്ലുവിളിക്കാൻ തുടങ്ങി. അപ്പോഴവരെ ഒപ്പിച്ചെന്ത് വെല്ലൂര് ബാക്കിയാത്ര മുടിയുണ്ട്, പക്ഷേ അതിന് സനദിന് സംശയമുള്ളത് കൊണ്ട് അതിന്റെ വെള്ളം എവിടെ കൊടുക്കുന്നില്ല. പിന്നെ അസ്ഹർ ഫൈസി പറഞ്ഞത് നാക്കറിയാം ലത്തീഫിന് വേറെ മുടിയുണ്ട്, അതിന് സനദുണ്ട്, അതിന്റെ വെള്ളമാണ് കൊടുക്കാറുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒപ്പിക്കാൻ ചെയ്തത് കോട്ടക്ക സമുദായത്തിലാണ് പറഞ്ഞത്. അപ്പൊ അതിലൊന്നും ഒരു പ്രശ്നമില്ല. അത് തട്ടിപ്പറ്റിക്കുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ചോന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ജിഷാന്റെ വെളുപ്പത്തോടുകൂടി സംഗതി കൊണ്ടിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ജിഷാന്റെ വെളുപ്പത്തോടുകൂടി കൊള്ളേണ്ട സ്ഥലത്ത് കൊണ്ടിട്ടുണ്ട്, കൊള്ളേണ്ടവർക്കെല്ലാം കൊണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഇനി ജിഷാന മുനാഫിഖ്, നൗഷാദ മുനാഫിഖ് എന്നേ തെളിയാലും കൂടി കൽപ്പിച്ചിരിക്കുക. ഉണ്ടാവും. നൗഷാദിന് ഇവൻ സംസാരിക്കുന്ന അങ്ങോട്ട് നിങ്ങൾ രണ്ടാളും സംസാരിച്ചു. നൗഷാദ് ഇങ്ങോട്ട് പറഞ്ഞു, ഇവൻ അങ്ങോട്ട് പറഞ്ഞൊക്കെ ആ ഭാഗം കൂടി കേട്ടാൽ അത് ക്ലിയർ ആവും. ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് തിരികേശം എന്ന് പറയുന്ന ആ മുടിയിൽ നൗഷാദ് ഹസനി എന്ന് പറയുന്ന മനുഷ്യന് വിശ്വാസമില്ല. അദ്ദേഹം കപടനാണെന്ന് ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് രേഖകൾ കൊണ്ട് ഞാൻ സമർത്ഥിക്കും.
പണ്ഡിതന്മാരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഓൺലൈനിലുള്ള ക്ലാസ് റൂമിൽ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ട് ബഹുമാനപ്പെട്ട പൊന്മുളസ്താദിനെ കരിവാരി തേച്ച ആ പറയുന്ന രാമന്തലിയെ പറ്റി ഒരു വാക്ക് ഉച്ചരിക്കാൻ ഈ മുനാഫിഖായ നൗഷാദിന് സാധിച്ചോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ആ നൗഷാദിന് സാധിച്ചോ? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ തെറ്റിക്കാൻ വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ എന്റെ കയ്യിൽ നിന്ന് രേഖകൾ കൊണ്ടുപോയെന്നും ആ രേഖകളൊക്കെ പണ്ഡിതന്മാർക്കെതിരെ ഈ സാധുവായ ഞാനിപ്പോ നിഫാക്കുള്ള മനുഷ്യനാണ്. അല്ലേ നൗഷാദെ, ഇറങ്ങിക്കോ മോനെ,